03 CE 7083 Structural Design of Foundations. Myself Aishwarya Lakshmi GS, M3 Structural Engineering Construction Management, Department of Civil Engineering. Fourth module last topic ആണ് Structural Design of Pile and Pile Cap. Pile cap എന്ന് പറയുന്നത് is a thick concrete mat that rests on concrete or timber piles that have been driven into soft or unstable ground to provide suitable stable foundation. Suitable stable foundations provide ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈൽ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു തിക്ക് കോൺക്രീറ്റ് മാറ്റിനെ സോഫ്റ്റ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഗ്രൗണ്ടിലോട്ട് ഡ്രിവൺ ചെയ്യുന്നു. The cast concrete pile cap distribute the load of the building into the pile. ബിൽഡിംഗ് ലോഡിനെ പൈലിലോട്ട് എന്ത് ചെയ്യുന്നു? കാസ്റ്റ് കോൺക്രീറ്റ് പൈല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ജനറലി പൈൽ ക്യാപ് ട്രാൻസ്ഫേഴ്സ് ലോഡ് ഫ്രം ദ സ്ട്രക്ചർ ടു ദ പൈൽ ഗ്രൂപ്പ്, ദെൻ ദ ലോഡ് ഫർദർ ട്രാൻസ്ഫർ ടു ഫേം സോയിൽ. സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡിനെ പൈൽ ഗ്രൂപ്പിലോട്ടും ദെൻ അതൊന്ന് സോയിലിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. Functions to distribute a single load equally over the pile group and thus over a great area of bearing potential. ഒരു സിംഗിൾ ലോഡിനെ ഒരു ഗ്രൂപ്പ് ഓഫ് പൈലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ടു laterally stabilize individual piles, thus increasing overall stability of the group. To provide necessary combined resistance പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ പൈൽസിന് ലാറ്ററൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. അങ്ങനെ ഓവറോൾ ഗ്രൂപ്പിന് ഓവറോൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? കോമ്പാക്ട്സ് അഡ്ജസൻറ്റ് സോയിൽ മാസ് ആൻഡ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ ഇസ് ഇൻക്രീസ്ഡ്. അഡ്ജസൻറ്റ് സോയിൽ മാസിനെ കോമ്പാക്ട് ചെയ്യുന്നു, അതുവഴി ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. റിക്വയർഡ് സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് പ്രീകാസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ആയിട്ട് തന്നെ നമുക്കതിനെ മെയ്ഡ് ചെയ്യാൻ പറ്റും. സോ വർക്ക് പ്രോഗ്രസ് വിൽ ബി റാപ്പിഡ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. സോ സൂപ്പർവിഷൻ ഓഫ് വർക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ്: ഇത് നമ്മൾ പ്രീകാസ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർലി പ്രീകാസ്റ്റ് ചെയ്യണം. ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തുള്ള ഹാൻഡ്ലിംഗ് സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെവി എക്യുപ്മെൻ്റ് ആയിരിക്കും ഹാൻഡ്ലിങ്ങിനും ഡ്രൈവിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹെവി എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് വേണം, ഇസ് റിക്വയർഡ് ഫോർ ഹാൻഡ്ലിങ് ആൻഡ് ഡ്രൈവിങ്. കട്ട് ഓഫ് മെത്തേഡിന് അഡീഷണൽ കോസ്റ്റ് വേണ്ടി വരും. കട്ട് ഓഫ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ പൈൽ ഹെഡ് കട്ടിംഗ് ഒക്കെ ആയിരിക്കും. കോൺക്രീറ്റ് കട്ട് ഓഫ് ലെവലിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് കട്ട് ഓഫ് മെത്തേഡ്. ആ മെത്തേഡിന് അഡീഷണൽ കോസ്റ്റിന് ആവശ്യമായിട്ട് വരും. For next construction process, cutting of pile. The concrete is crushed by pneumatic hammer. The reinforcement in the pile is cut by the cutter. The cut pile is lifted off and disposed. കോൺക്രീറ്റിനെ ന്യൂമാറ്റിക് ഹാമർ വെച്ച് ക്രഷ് ചെയ്യും. പൈൽ റെയിൻഫോഴ്സ്മെൻറ്റിനെ കട്ടർ വെച്ച് കട്ട് ചെയ്യും. എന്നിട്ട് കട്ട് ചെയ്ത പൈലിനെ ലിഫ്റ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് പൈൽ. ദ ഫോം വർക്ക് ഈസ് ബിൽറ്റ് ബൈ യൂസിങ് പ്ലൈവുഡ്. ഫോം വർക്ക് പ്ലൈവുഡ് വെച്ചിട്ടാണ് ബിൽറ്റ് ചെയ്യുന്നത്. റെയിൻഫോഴ്സ്മെൻറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഫോം വർക്ക്. ദ കോൺക്രീറ്റ് ഈസ് poured in the ഫോം വർക്ക് ആൻഡ് വൈബ്രേറ്റഡ്. റെയിൻഫോഴ്സ്മെൻറ്റ് ഫോം വർക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് അതിൽ കോൺക്രീറ്റ് പോർ ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിക്കും. Need for the pile cap. Pile foundation is required when the soil bearing capacity is not sufficient for the structure to withstand. സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി സ്ട്രക്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിന് തന്നെ രണ്ട് കമ്പോണൻസ് ഉണ്ട്, പൈൽ ക്യാപ്പ് ആൻഡ് സിംഗിൾ ഓർ ഗ്രൂപ്പ് ഓഫ് പൈൽസ്. പൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ലോഡിനെ ഹാർഡ് സ്ട്രാറ്റത്തിലോട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്ത് ഹൈ ബിയറിംഗ് കപ്പാസിറ്റി. ഇനി ഡിസൈൻ ഓഫ് പൈലിന് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, കവർ ടു ബി യൂസ്ഡ്. അത് IS 2911 വെച്ച് കാസ്റ്റ് ഇൻ സിറ്റു പൈലാണെങ്കിൽ 50 mm to 75 mm. നോർമൽ അഗ്രസീവ് കണ്ടീഷൻസ് വെച്ച് പ്രീകാസ്റ്റ് പൈലാണെങ്കിൽ 40 to 50 mm. ഇങ്ങനെ ആയിരിക്കണം കവർ എടുക്കേണ്ടത്. റിക്വയർമെൻറ്റ്സ് ഫോർ കോൺക്രീറ്റ് ഫോർ പൈൽ വർക്ക്. അതായത് ടൈപ്പ് ഓഫ് പൈലിനനുസരിച്ച് സ്ലം ആൻഡ് കവർ വാല്യൂവും ലിക്വിഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോയും ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡ്രൈവ് ആൻഡ് കാസ്റ്റ് ആൻഡ് സിറ്റു പൈൽസിൻ്റെ കേസിൽ സ്ലംപ് എന്ന് പറഞ്ഞാൽ 100 to 150 എടുക്കാം, കവർ എന്ന് പറഞ്ഞാൽ 50 to 70 എടുക്കാം. അതുപോലെ തന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോയും എടുക്കാം, 0.5 ആയിട്ട് എടുക്കാം.
ദെൻ ബ്രോഡ്കാസ്റ്റ് ഇൻസിറ്റു പൈൽ ആണെങ്കിൽ കവർ 50 to 70, സ്ലംബ് എന്ന് പറഞ്ഞാൽ 150 to 200, ദെൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.5. പ്രീകാസ്റ്റ് ഡ്രിവൺ പൈൽ ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതുപോലെ പ്രീകാസ്റ്റ് ആൻഡ് സ്പൺ പൈൽസ്, ഇതിന് 40 to 50 ആദ്യത്തേതിനും രണ്ടാമത്തേതിനും 40 to 50 തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. Then details of steel in cast-off piles. അപ്പോൾ 2911 IS കോഡ് വെച്ചിട്ട് മിനിമം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.54% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പൈൽ ആയിരിക്കും ഫോർ ദ ഫുൾ ലെങ്ത് ഓഫ് പൈൽ. മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 1.5 to 2 ലിമിറ്റഡ് ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 100 mm ആയിരിക്കണം. മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നെസസറി ഫോർ കോളം ആക്ഷൻ, ദാറ്റ് ഈസ് 0.8%. The provision of 0.4% steel is not considered as giving any strength in such piles. The safe structural carrying capacity, that is designed load, is calculated assuming the pile is unreinforced and the maximum allowable stress in concrete is 0.725 FCK. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് P equal to PU by factor of safety വെച്ചിട്ടാണ്, equal to 0.4 FCK by 1.6 into AC equal to 0.25 FCK AC. Most code, according to the most code specified, average compressive stress under working load shall not exceed 25% of specified cube strength at 28 days calculated on the total cross section area of the pile. ഇത് ആസ് പെർ 2911 പാർട്ട് 1 സെക്ഷൻ 1 ക്ലോസ് 7.3.5 ആണ്. നെക്സ്റ്റ്, ലാറ്ററൽ സ്റ്റീൽ ഓഫ് റെയിൻഫോഴ്സിങ് കേജ് ആർ ടു ബി ഇൻ ദ ഫോം ഓഫ് ലിങ്ക്. ലാറ്ററൽ സ്റ്റീൽ എന്ന് പറയുന്നത്, റെയിൻഫോഴ്സിങ് കേജിലുള്ള ലാറ്ററൽ സ്റ്റീൽസ് എന്ന് പറയുന്നത് ലിങ്ക് അല്ലെങ്കിൽ സ്പൈറൽസിൻ്റെ രീതിയിലായിരിക്കും. അപ്പോൾ മിനിമം ഡയമീറ്റർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 6 mm ആയിരിക്കണം. അതുപോലെ തന്നെ സ്പേസിംഗ് എന്ന് പറയുന്നതും 150 കുറയാനായിട്ട് പാടില്ല. IS 2911 പാർട്ട് 1 സെക്ഷൻ 2 ക്ലോസ് 6.1.3 വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. Next, detail of longitudinal steel in precast piles. Maximum bending moment produced while handling if the pile is pitched at the end. Maximum bending moment എന്ന് പറയുന്നത് WL/8 ആണ്. ഹാൻഡ്ലിങ്ങിൻ്റെ ടൈമിലുള്ള വിപ്പിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ദ L/D റേഷ്യോ ഓഫ് ദ പൈൽ ഷുഡ് നെവർ എക്സീഡ് 50 കൂടുതൽ കൂടാനായിട്ട് പാടില്ല. ആസ് എ പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ യൂസ്ഡ് ഈസ് ഓൾവേസ് മോർ ദാൻ 0.8%. പ്രീകാസ്റ്റ് പൈൽസ് ഈസ് അലൗഡ് ടു ഡിസൈൻ ദീസ് പൈൽസ് ഷോർട്ട് കോളംസ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് 0.8% കൂടാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് പ്രീകാസ്റ്റ് പൈൽസിൽ അത് ഡിസൈൻ ചെയ്യുന്നത്, ഈ പൈൽസിനെ ഡിസൈൻ ചെയ്യുന്നത് ഒരു ഷോർട്ട് കോളമായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Then the percentage of longitudinal steels usually for precast piles are as follows. L/D ratio less than 30 ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 1.2 ആണ്. 30ക്കും 40ക്കും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ 1.5ഉം ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ 22. ലിങ്ക്സ് ഇൻ പ്രീകാസ്റ്റ് ഡ്രിവൺ പൈൽസ്. മിനിമം ഡയമീറ്റർ ഓഫ് സ്പേസിംഗ് ഓഫ് ലിങ്ക് ഓർ ഹൂപ്സ് എന്ന് പറയുന്നത് ഷുഡ് ബി അലോ ഫ്രീ ഫ്ലോ ഓഫ് കോൺക്രീറ്റ് at the same time give enough rigidity to the cage. At the end of pile, distance പൈലിൻ്റെ എൻഡിൽ വന്നിട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ about 3 to 4 times the least width. It should not be less than 0.6% of gross volume of the concrete. അത് 0.6%-നേക്കാളും കുറയാനായിട്ട് പാടില്ല. In the body of the pilings should not be less than 0.2 of the gross volume of the pile. പൈലിൻ്റെ ആ ഒരു ബോഡിയിൽ ലിങ്ക് എന്ന് പറയുന്നത് 0.2 ഓഫ് ദ ഗ്രോസ് വോളിയം ഓഫ് പൈലിനേക്കാളും കുറയാനായിട്ട് പാടില്ല. ദ ട്രാൻസിഷൻ ഷുഡ് ബി ഗ്രാജുവൽ ഓവർ എ ലെങ്ത് ഓഫ് 3 times ദ ലീസ്റ്റ് വിത്ത് ഓഫ് ദ പൈൽ. ട്രാൻസിഷൻ എന്ന് പറയുന്നത് 3 times ലീസ്റ്റ് വിത്ത് ഓഫ് പൈലായിരിക്കണം. While casting precast piles, longitudinal steel should be held apart by temporary or permanent spacer forks വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിനെ
അപ്പാർട്ടായിട്ട് സ്പേസ് ചെയ്യും ആൻഡ് 1.5 മീറ്റർ ഓർ ലെസ് സെൻറ്റർ അക്കോർഡിംഗ് ടു ഇറ്റ്സ് ലെങ്ത്. ഇനി സ്ട്രക്ചറൽ കപ്പാസിറ്റി വിത്ത് ഓൺലി നോർമൽ സ്റ്റീൽ, ദ അലവബിൾ സ്ട്രക്ചറൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 0.25 FCK AC ആണ്. അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് P=PU/FS ആണ്, =0.4 FCK AC - 0.6 FS AS/FS. ഇനി ഇത് നമുക്ക് സ്ട്രക്ചറൽ കപ്പാസിറ്റി 3 മെത്തേഡ്സ് വെച്ച് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് ലോഡ് കൺസെപ്റ്റും വെച്ചിട്ടും എംപിറിക്കൽ മെത്തേഡ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്.